തോട്ടം തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി PLC യോഗം ഇന്ന് രാവിലെ 10:30 മണിക്ക് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടുകയും തൊഴിലാളികൾക്ക് ഇന്ന് കൂലി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 62 രൂപ കൂലി വർദ്ധിപ്പിച്ചു. ഒന്നാം പിണറായി സർക്കാർ 52 രൂപ ആദ്യം വർദ്ധിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാർ 41 രൂപയാണ് കൂലി വർദ്ധിപ്പിച്ചത്. ഇന്നത്തെ ജീവിത നിലവാരം അനുസരിച്ച് തൊഴിലാളികളുടെ കൂലി 800 രൂപ കിട്ടണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു. കേരള ഗവൺമെൻറ് തൊഴിൽ നയത്തിൽ പ്രഖ്യാപിച്ചത് മിനിമം കൂലി എങ്കിലും കിട്ടണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞു. APKയുടെ പദ്ധതികൾ അവരുടെ ഇന്നത്തെ കാലാവസ്ഥയെ സംബന്ധിച്ചും ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. തൊഴിലാളി നേതാക്കന്മാർ ശക്തമായി നിലപാടെടുക്കുകയും അതുകൊണ്ട് 800 രൂപ കൂലി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 5-ാം തീയതി കൂടിയ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനമാകാത്ത ഘട്ടത്തിലാണ് 7-ാം തീയതി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം കൂടാൻ വേണ്ടി തീരുമാനിച്ചത്. യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഇന്നത്തെ കൂലി വർധനവിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഉന്നയിക്കുകയും മാനേജ്മെൻറ്റ് അവരുടെ ഭാഗം പറയുകയും ചെയ്തു. മന്ത്രി ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇത് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി 43 രൂപയുടെ കൂലി വർധനമാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. 43 രൂപയും 5 രൂപ അലവൻസും, അതേപോലെ തന്നെ 3 മാസം നേരം വൈകിയതിന് 1000 രൂപ എന്നുള്ള അഡ്വാൻസ് കൊടുക്കാമെന്ന് മാനേജ്മെൻറ്റ് പറയും. മന്ത്രി അതിലിടപെട്ട് 500 രൂപ തൊഴിലാളികൾക്ക് പിടിക്കപ്പെടാത്ത പൈസയും 500 രൂപ പിടിക്കുകയും ചെയ്യുന്നത് 1000 രൂപ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. INTC STU തുടങ്ങിയ സംഘടനകൾ അതിലുന്നയിച്ച തൊഴിലാളികൾക്ക് ഈ വർധനവ് ഏറ്റവും കുറവാണ്. ഇന്നത്തെ ജീവിത നിലവാരം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തോട്ടം തൊഴിലാളികൾ ഏറ്റവും കുറഞ്ഞ കൂലിയാണ് തൊഴിൽ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികളുടെ കൂലി. അതുപോലെ തന്നെ അവിടെ പാടി ലയനങ്ങളുടെ പ്രശ്നങ്ങൾ, 31 ഡിമാൻഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞു ഇന്ന് വർധനവിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ചക്കെടുക്കുന്നത്. ബാക്കി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് മാനേജ്മെൻറ്റിൻ്റെ വിഷയവും തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുക എന്നാണ് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചത്. INTC എന്നുള്ള നിലക്ക് STU എന്നുള്ള തൊഴിലാളി സംഘടന ഉൾപ്പെടെ ഈ വർധനവ് അംഗീകരിക്കപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് എഗ്രിമെൻറ്റിൽ ഒപ്പിടാനുള്ള നടപടിയിൽ നിന്ന് INTC STU മാറുകയും മറ്റ് ട്രേഡ് യൂണിയനുകൾ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. INTCയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കുറഞ്ഞ കൂലിയാണ് തോട്ടം തൊഴിലാളികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ വർധനവ് അംഗീകരിക്കുന്നതിനുള്ള പ്രയാസവും ഇന്നത്തെ ജീവിത നിലവാരത്തെ സംബന്ധിച്ച് ഉന്നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് INTC ഇന്നത്തെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാതെ മാറുകയാണ് ചെയ്തത്.